നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റിയ ആ സ്പോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാനം. എനിക്ക് രണ്ട് തെറിയോടെ എനിക്കും സന്തോഷം കിട്ടി. വയലൻസ് വയലൻസ് വയലൻസ്, ഐ ഡോണ്ട് ലൈക്ക് വയലൻസ്. മുഖം നോക്കി ഒരൊറ്റ ഇടി വെച്ച് കൊടുക്കാന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയുന്നില്ല. ആരാന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. കുറേ കൂടെ ആൾക്കാരെ വിട്ടിട്ട് ചിക്ക് 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 വിടാതെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് സംസാരിക്കും. ആണുങ്ങൾ അങ്ങനെയാണ്. സ്റ്റാർ മാജിക് ഒരു മണ്ടൻ ഇമേജ് ഒക്കെ അവർ കൊടുക്കുന്നു. സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ആ ഒരു പാറ്റേൺ അങ്ങനെയാണ്. കളിയാക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പിന്നെ ആലോചിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ മുഖം തിരിക്കും. ഈ പുറത്തുള്ള ആളുകൾ അവരെ പറ്റി ഒരു തേങ്ങ അറിയാൻ പാടില്ല. ആ ആൾക്കാരാണ് ഇപ്പൊ അവരെ പൊക്കി പിടിച്ചെടുക്കുന്നത്. ഇപ്പൊ ഇനിയിപ്പോ അവിടെ ആര് പ്രേമിച്ചാലും അംഗീകരിക്കൊന്നുമില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. ബിഗ് ബോസിൽ ആരെ പറ്റി എനിക്ക് അയാൾ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ PR ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടീം വന്നിട്ട് എന്റെ അക്കൗണ്ടിൽ ഒന്ന് ഭീകരമായിട്ടൊരു പൊങ്കാല എഴുതും. ഡോക്ടർ റോബിന്റെ ഫാൻസ് അതുപോലെ കുറെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അയ്യോ, എന്റെ ഭീകരമായിട്ട് സൈബർ ബുള്ളിങ്, അയാളുടെ പേര് പറഞ്ഞ സൈബർ ബുള്ളിങ് ആണ്. ജെന്യൂനായിട്ട് ഫാൻസ് അയാളുടെ ഫേക്ക് കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അയാളുടെ കയ്യില് സ്റ്റഫ് ഇല്ലാന്ന് അവർക്ക് മനസ്സിലാക്കിയുമ്പോൾ അവർ പൊക്കോളും. നന്നായിട്ട് സംസാരിക്കുന്ന നല്ല മെച്യൂരിറ്റി ഉള്ള അടിപൊളി മനുഷ്യനാണ്. അയാളെ പൊട്ടന്ന് മണ്ടെന്നൊക്കെ വിളിക്കുന്ന ആളുകളാണ് മണ്ടന്മാർ. ഒരു കല്യാണം വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഹൈഡ് ചെയ്ത് വെക്കുവോ? അതോ പൊന്നളയാ കല്യാണം ഞാൻ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു ആളെ കിട്ടണോളൂ. എനിക്കിത് പ്രശ്നം വന്നപ്പോ ഒളിച്ചോടി പോയ ആ പെൺകുട്ടി എന്റെ കൂടെ ജീവിതകാലം മൊത്തം എന്റെ പാർട്ട്ണറായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തോരം ടോർച്ചറിങ് അനുഭവിക്കുന്നതാണ്. കർമ്മ എന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എന്തായാലും. എന്റെ പൊന്നിനോറ, ഞാൻ ഈ കർമ്മയും പറഞ്ഞിട്ട് ഒരു 3-4 മാസമായിരിക്കണം, ഒരു കർമ്മയില്ല. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റിയ ആ സ്പോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാനം. എനിക്ക് രണ്ട് തെറിയോടെ എനിക്കും സന്തോഷം കിട്ടി, എനിക്കൊരു റിലീഫ് കിട്ടി. ഞാൻ തെറി പറഞ്ഞല്ലോ, അതിന്റെ മാപ്പം പറഞ്ഞപ്പോഴും എനിക്കോ തെറിയും പറഞ്ഞു മാപ്പ് പറഞ്ഞു ഒരു വിഷയം. അതും ആരും ചീത്തയും വിളിച്ചു എന്ന് പറഞ്ഞാൽ അപ്പനെ വിളിച്ചിട്ട് അതിന്റെ അളിയ സോറി അളിയാന്ന് പറഞ്ഞു. രാവിലെ ഞാൻ അവന്റെ അപ്പനെ വിളിച്ചു, വൈകുന്നേരം വിളിച്ചു അളിയ സോറി അളിയ, അപ്പനെ വിളിച്ച് ക്ഷമിക്കണം. വൈകുന്നേരം അപ്പനെ വിളിക്കാൻ പറ്റി. എനിക്ക് മോഹൻലാല് ദൂരദർശനിൽ നിന്റെ തന്തയാണോ തന്ത. അപ്പൊ ആക്ച്വലി ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. കാര്യം ഞാൻ ഞെട്ടിപ്പോവാണെന്നേ ആ ന്യൂസ് വന്നപ്പോ പീഡിപ്പിച്ചു എന്നൊക്കെ പറയാം. അയ്യോ, അല്ല ഞാൻ ആക്ച്വലി ഇത് എന്താ പുണ്ണാളി. അതിന് മുമ്പേ ഒരു 2-3 മാസം മുമ്പ് സണ്ണി ലിയോണിയുടെ കേസ്, പിന്നെ ഷിയാസ് കരീം ഡ്രഗ് കേസിൽ അറസ്റ്റ്, ഷിയാസ് ബാംഗ്ലൂർ ഡ്രഗ്സിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അതും ഷിയാസ് എന്നുള്ള ഏതൊരു വ്യക്തിയാണ്. അത് ഞാനെന്ന് പറഞ്ഞിട്ട് ഫുൾ എന്നിട്ട് അങ്ങ് നശിപ്പിച്ചായിരുന്നു. ഒന്നും പറയണ്ട. ഇനിയിപ്പോ ഒരു കല്യാണം വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഹൈഡ് ചെയ്ത് വെക്കുവോ? അതോ പൊന്നളയാ കല്യാണം ഞാൻ കഴിക്കുന്നില്ല. വേണ്ട, നോ ബാച്ചിലർ. സൽമാൻ ഖാൻ ഫാനാണ്. ഇനിയിപ്പോ അടുത്ത വർഷം കല്യാണം നടക്കുമ്പോഴേ ആളുകൾ ഈ ക്ലിപ്പിംഗ്സ് എടുത്തിടും. കല്യാണം വേണ്ട എന്ന് പറഞ്ഞത് അടുത്ത വർഷം കല്യാണം ഉണ്ടാവും. എന്റെ പൊന്ന്, നിന്ന് നാക്ക് കാണിച്ചേ, കരുനാക്കല്ല. എനിക്ക് അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിക്കുന്ന പേടിയാണ്. കാര്യം അല്ലെങ്കിൽ നല്ലൊരു ആളെ കിട്ടണോളൂ, നമ്മളെ കൂടെ നല്ല കട്ടക്ക് നിൽക്കണം. അല്ലാതെ ഒരു പ്രശ്നം ഇപ്പം ആ കുട്ടിയൊക്കെ ആലോചിക്കുകയാണ്. കാര്യം എനിക്കിത് പ്രശ്നം വന്നപ്പോൾ ഒളിച്ചോടി പോയ ആ പെൺകുട്ടി എൻ്റെ കൂടെ ജീവിതകാലം മൊത്തം എൻ്റെ പാർട്ട്ണറായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തോരം ടോർച്ചറിങ് അനുഭവിക്കുന്നതാണ്. അല്ലേ, ടോക്സിക്കായാണ് ഞാൻ. അപ്പോൾ അവളും എൻ്റെ പേര് കേസ് കൊടുക്കണം തന്നെ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ തല്ലിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും നാവുകൊണ്ട്. ഈ കുറയ്ക്കുന്ന പെട്ടി കടിക്കില്ല എന്നിട്ടല്ല, ഞാൻ ഇതിൽ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ആക്ച്വലി അത് ഭയങ്കര നന്നായി. അത് പോയത് എനിക്ക് എന്താ പറയുക, ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ പോയി നന്നായെന്ന് വിചാരിക്കുന്ന കാര്യം. ലൈഫിൽ അങ്ങനെ ഒരു നല്ല സമയവും മോശ സമയവും ഉണ്ടാവും. അതങ്ങ് പോയി, അത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ എന്തായാലും അതൊക്കെ മാറ്റി വെച്ചേക്കാം. ബിഗ് ബോസ് ബിഗ് ബോസിനെ പറയുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കാന്ന്. അപ്പൊ ബിഗ് ബോസ് ഇപ്പൊ കാണുന്നുണ്ടോ? നമ്മുടെ സീസൺ 6 ഒക്കെ കാണുന്നുണ്ടോ? ബിഗ് ബോസ് സീസൺ 6 ഞാൻ കാണുന്നുണ്ട്. സമയമുണ്ട്. നോമ്പാണ്, വേറെ പരിപാടികളൊന്നുമില്ല. ഞാൻ ഒരു ഈവന്റ് എടുക്കാറില്ല നോമ്പിന്, പരിപാടികളൊന്നും എടുക്കില്ല. ഇന്റർവ്യൂ പോലെ നമ്മൾ നൈറ്റിലേക്ക് ആക്കി. ഞാൻ നോമ്പായതുകൊണ്ട് സത്യം പറ്റുന്നില്ല. എനിക്ക് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആണ്. കാര്യം ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും ചൂട് അനുഭവിച്ച ഞാൻ ഇപ്പോഴും ഇങ്ങനെ വേർത്തിരിക്കുക. ഞാൻ വെള്ളം കുടിക്കണം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ടയർഡാണ്. ഈ ഇത്രയും വർഷം ഇല്ലാത്തൊരു ചൂട് ഈ വർഷം ടയർഡായിട്ടില്ല ഇതുവരെ. അതെ, കഴിഞ്ഞ നോമ്പിനൊക്കെ മഴ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് 2 മഴ പെയ്യും. ഇതിപ്പോ ഒരു രക്ഷയില്ല. മഴ പോയിട്ടൊന്ന് ഒരു ചൂടൊന്നും കുറയുന്നില്ല. അത്താഴം കഴിച്ചിട്ട് കിടന്നിട്ട് എണ്ണിക്കുമ്പോഴേക്ക് കഴുത്തൊക്കെ സ്വെറ്റ് ആവുക. അപ്പൊ എന്തായാലും ബിഗ് ബോസ് ഇപ്പൊ കാണുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കണ്ടസ്റ്റൻസ് ആയിരിക്കും ഈ ഒരു സീസണില്? എനിക്ക് റോക്കിനെ ഇഷ്ടമായിരുന്നു. റോക്കിനെ ഇഷ്ടമായിരുന്നു. സിജോനെ ഇഷ്ടമാണ്. പക്ഷെ റോക്കി ഇപ്പൊ ഔട്ടായി.
ഓ അടാ അത് ഭയങ്കര സീനായി പോയി. സിജോക്ക് ഇടി കിട്ടുകയും ചെയ്തു. രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. രണ്ടുപേരും ഇടിനാകുമ്പോൾ നമ്മൾ പ്രതീക്ഷ. അവൻ്റെ നല്ല കൂട്ടായിരുന്നു. പിന്നെ അർജുനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അർജുനൊക്കെ ഒരു പാവം, മുടിയൊക്കെ ഒരു അങ്ങനെ വേറൊരു ഇഷ്ടം. പിന്നെ ഒരു പ്ലെയർ എന്ന രീതിയിൽ എനിക്ക് സിജോനും റോക്കിനായിരുന്നു ഇഷ്ടം. ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഇടിയൊക്കെ. ഒരാളെ പ്രൊവോക്ക് ചെയ്ത് ചിലപ്പോൾ ഇടിക്കും, സ്വാഭാവികമാണ്. നിങ്ങളുടെ സീസണില് എനിക്ക് തോന്നുന്നു സാബു ചേട്ടൻ കൊങ്ങയ്ക്കൊക്കെ പിടിച്ച ഒരു സംഭവം നമ്മുടെ ഹിമേനെ അതൊക്കെ ഒരു അത്ര വലിയ വിഷയമൊന്നായില്ല. എന്നാലും ഇത് ഇടിയെന്ന് അത് ചുമ്മാ തള്ളലൊക്കെ ഉള്ളു. അതൊക്കെ പിന്നെ അതൊരു ചെറിയ ഒരാൾക്ക് പരാതി ഇല്ലെങ്കിൽ അത് വിഷയമല്ല. ശരിക്കും അത് കണ്ടോ ചെയ്ത് ഇങ്ങനെ അങ്ങ് ഇടിക്കുന്നത് നല്ല നീര് വെച്ചു. ഓക്കെ, പക്ഷെ പാവം മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നത് അറിയുന്ന ആളാ പേഴ്സണലി. ഞാൻ അയാൾ വേറെ ഇന്റർവ്യൂ, അനുവിന്റെ ഒരു ഇന്റർവ്യൂ അതെനിക്ക് നോക്കിയാൽ. പിന്നെ അയാൾ ഇങ്ങനെ ടാറ്റൂനൊക്കെ ഒരു വീഡിയോ ടിവിയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പേഴ്സണലി പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് ടാറ്റു സ്റ്റുഡിയോ ഉൾക്കാണ് ഞാൻ അങ്ങനെ പോയേണ്ടതിപ്പോൾ റോക്കിയുടെ ഇങ്ങനെ അവർ പറഞ്ഞറിയാം. എനിക്ക് പേഴ്സണലി അങ്ങനെ അറിയില്ല. ബിഗ് ബോസിലെ ലവ് സ്ട്രാറ്റജീസ് ഒക്കെ കാണാറുണ്ടോ? ഓ ഞാനത് യോജിക്കുന്നില്ലടോ. ഇല്ല, ബിഗ് ബോസിൽ പോയാൽ അങ്ങനൊന്നും ഇല്ലടോ. പേളി സീനൊക്കെ ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അവർ ഇഷ്ടമെന്ന് പറയുന്നത് 40 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് ശ്രീനിഷിന് പേളിയോട് ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര നാച്ചുറൽ ആയിട്ട് വന്നതാ, നമുക്ക് മനസ്സിലാവും. അതുപോലും മലയാളികൾ മോശമാന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ സമ്മതിക്കുമോ? പേളിയും ശ്രീനിനെ പോലും മോശമാണ്. ഇപ്പോഴും അവരുടെ ഫാമിലിയായി 2 മക്കളായി പറഞ്ഞത്. ഒരു സമയത്ത് അവരുടെ പ്രേമം പോലും വളരെ മോശമാണെന്ന് പറഞ്ഞ സമൂഹത്തിലുള്ള ആളുകൾ ഞാൻ പറഞ്ഞത് ഹൗസിലുള്ള പോട്ടെ, അത് പിന്നെ ഗെയിമിന്റെ ഭാഗമാണെന്ന് വിചാരിക്കാം. ഈ പുറത്തുള്ള ആളുകൾ അവരെ പറ്റി ഒരു തേങ്ങ അറിയാൻ പാടില്ല. ഞാൻ ഇപ്പോഴും എനിക്ക് കമന്റ് ഒന്നുണ്ട്. അപ്പൊ ആ ആൾക്കാരാണ് ഇപ്പൊ അവരെ പൊക്കി പിടിച്ചെടുക്കണം. അപ്പൊ ഈ നമ്മുടെ നാട്ടുകാർ ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെയാണ് ഇനിയിപ്പോൾ അവിടെ ഇപ്പോൾ ആര് പ്രേമിച്ചാലും അംഗീകരിക്കുന്നില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. ബിഗ് ബോസ് ആക്ച്വലി ഒരു കിഡിലൻ ഷോയാണ്. ലൈഫിൽ നമുക്ക് ഒരു യങ്സ്റ്ററിന് അല്ലെങ്കിൽ ഒരു അർജുനൊക്കെ ലൈഫിൽ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് മോഡലിംഗ് ചെയ്യുന്ന പയ്യൻ. ഞാൻ കുറേ ഷോസിൽ കണ്ടിട്ടുണ്ട്. നല്ല ടാലന്റും നല്ല ഹൈറ്റും നല്ല അവനൊരു ഇന്റർനാഷണൽ മോഡലാണുള്ള എവറിത്തിങ്. എന്റെ അത്ര ഹൈറ്റ് ഉണ്ട്. ഇനി എന്നെക്കാളും ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെ അയാൾ ഭയങ്കര ലീനോ. ഞാൻ ബിഗ് ബോസിൽ ഭയങ്കര വലിഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു എനിക്ക് അർജുനൊക്കെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്. അയാൾക്ക് ഇനി അർത്ഥം ചിന്തിക്കുന്ന അയാൾക്ക് ബോംബെയിലോ ഇനി ഏത് സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും ബിഗ് ബോസ് എന്നൊരു ഒരു ഇത് പുള്ളിയുടെ കയ്യിലുണ്ട്. ഇനി അയാൾക്ക് അവിടെ നിന്നിട്ട് മോഡലിംഗ് ചെയ്ത് ഇവിടെ സിനിമ നോക്കിയാലും അയാൾക്ക് കിട്ടും. എന്നാൽ എപ്പോഴും അയാൾക്ക് ബിഗ് ബോസ് എന്നൊരു ബാനറുണ്ട്. ബിഗ് ബോസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏത് സീസൺ വന്നാലും ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എപ്പോഴും ഒരു ഇതുണ്ടാവും. അർജുനൊക്കെ എനിക്ക് ഭയങ്കര, പക്ഷെ പുള്ളി അധികം കുറച്ച് ഇൻട്രോവേർട്ടാണ്. അതായത് എനിക്ക് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് പുള്ളിക്കൊന്നാണ്. ഇത് ജിൻഡോജൻ മെമ്പറാ. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ്. അയാൾ മണ്ടണമെന്നല്ല പൊട്ടണമെന്നല്ല, നന്നായിട്ട് സംസാരിക്കുന്ന നല്ല മെച്യൂരിറ്റി ഉള്ള അടിപൊളി മനുഷ്യനാണ് അയാള്. അല്ലാതെ അയാളെ പൊട്ടണം മണ്ടെന്നൊക്കെ വിളിക്കുന്ന ആളുകളാണ് മണ്ടന്മാര്. നല്ല പുള്ളി ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ്. ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്, പാവ മനുഷ്യനാണ്. ബേസിക്കലി അയാൾ നല്ല ഹ്യൂമൻ ആണ്. പിന്നെ കുറെ ആളുകളുണ്ട്, എനിക്ക് അറിയുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. എല്ലാവരും ജാൻമണി എനിക്കറിയാം, മേക്കപ്പ് ആർട്ടിസ്റ്റ്. പാവ, അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സംസാരിക്കാനും പോക്കറ്റീവ് ആണ്. അവര് എനിക്ക് തോന്നുന്നു നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ലേഡിയാണ്. പക്ഷെ അവിടെ പോയിട്ട് അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഹിന്ദിയിൽ സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് ആ ഒരു അവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവർക്ക് മലയാളത്തിൽ അവരെ അവതരിപ്പിക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കത് നമുക്ക് പുറത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇരുന്ന് കാണാറുണ്ട് ഷോ. കാര്യം ഇപ്പൊ നോയമ്പായോണ്ട് ഞാന് നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ലൈവ് ഒക്കെ ഇരുന്ന് കാണാം. ഹോട്ട്സ്റ്റാറിൽ ഇരുന്നിട്ട് ലൈവ് ഇരുന്ന് കണ്ടിരിക്കും. അപ്പൊ അതിലിരുന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കാര്യം ഞാൻ ഉമ്മ അടുത്ത് കഴിഞ്ഞ ലൈവ് കണ്ട് ഉമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് എന്താ കാണാ ബിഗ് ബോസ് ഇത് തീർന്നില്ലേ എന്ന് വെച്ചു. ഉമ്മക്ക് അറിയില്ല ലൈവ് ഉള്ള കാര്യം, ഉമ്മക്കൊന്നും അറിയില്ല. അപ്പൊ ഉമ്മ 1 മണിക്കൂറുള്ള ഷോ കണ്ട് അങ്ങനെ അവസാനിപ്പിക്കും. അപ്പൊ ഞാൻ ഉമ്മത് ലൈവ് ഉണ്ട്, അവിടെ മോനെ ഞങ്ങളുള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടായില്ല, എനിക്ക് നീ ഉള്ള സമയത്ത് ഇങ്ങനെ ലൈവ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ എനിക്ക് നിന്നെ 1 മണിക്കൂർ കണ്ടിട്ട് എനിക്ക് ആകെ വിഷമവും. ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും അടുത്ത ദിവസം എന്താവും എന്നൊക്കെ ഉള്ള. എന്നാൽ ഇറ്റ്സ് ഗുഡ്. ബിഗ് ബോസ് ലൈവിലുണ്ട്. അപ്പൊ കുറച്ച് നമുക്ക് ആളുകളെ
നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതാണ് പറയുന്നത്, ബിഗ് ബോസ് അടിപൊളി പ്ലാറ്റ്ഫോമാണ്. ബിഗ് ബോസിൽ പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലും ആളുകൾ നമ്മുടെ മലയാളി ഓഡിയൻസ് മാത്രമാണെന്ന് എനിക്കറിയില്ല, ഞാൻ മറ്റു ഭാഷയിൽ ബിഗ് ബോസ് കണ്ടിട്ടില്ല. പക്ഷെ മലയാളത്തിൽ എനിക്ക് ഫീൽ ചെയ്തത് ഒരു മെയിൽ ആയിട്ടുള്ള ഒരാൾക്ക് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് ഫാൻസ് നമ്മൾ എല്ലാ സീസണിലും അങ്ങനെ കാണുന്നുണ്ട്. അത് അയാൾ PR ചെയ്യുന്നുണ്ടാവും, ഡെഫിനറ്റ്ലി. PR ചെയ്യുന്ന ആളുകളിൽ ഒരു 60-70 അക്കൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ അയാളുടെ ഫാൻസ് ഗ്രൂപ്പിൽ ഒരു അഡ്മിൻ പറയുകയാണെങ്കിൽ ഇന്നൊരാൾ നമ്മുടെ രാജാവിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് നല്ലോണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരൊന്നും തരും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ ആരെ പറ്റി എനിക്ക് അയാൾ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ PR ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടീം വന്നിട്ട് എന്റെ അക്കൗണ്ടിൽ ഒന്ന് ഭീകരമായിട്ടൊരു പൊങ്കാല എഴുതും. എന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും എന്റെ നാട്ടിൽ മരിച്ചുപോയ ആളുകൾ പോലും തെറി പറഞ്ഞിട്ട് ഒരു കമന്റ് ഇടും, മെസ്സേജ് അയക്കും. ഞാൻ എന്നെ എവിടെയൊക്കെ കാണുന്നു അവിടേക്ക് കൊണ്ട് കമന്റ് ഇടും. ഈ ഡോക്ടർ റോബിന്റെ ഫാൻസ് അതുപോലെ കുറെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അയ്യോ, എന്റെ ഭീകരമായിട്ട് സൈബർ ബുള്ളിങ്, അയാളുടെ പേര് പറഞ്ഞ സൈബർ ബുള്ളിങ് ആണ്. ഞാൻ മാത്രമല്ല, ആരും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആള് പിന്നീട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ ഫാൻസ് ആണല്ലോ ഇങ്ങനെ ഈ തെറി വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ലൈക് സെലിബ്രിറ്റീസ് ആണെങ്കിലും അവരുടെ ഫാൻസ് ചെയ്യുന്നതിന് ജെന്യൂനായിട്ട് ഫാൻസ് അയാളുടെ ഫേക്ക് കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അയാൾ ഫേക്ക് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അത് അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അയാൾ ഇങ്ങനെ ശബ്ദിച്ചതൊക്കെ കാണിച്ചിട്ട് കുറെ. അപ്പൊ അങ്ങനെയൊക്കെ ആള് കുറെ ഇങ്ങനെ ഒരു മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് ഫാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ചാളുണ്ടാവും. അത് കഴിയുമ്പോൾ അത് പോകും. അയാളുടെ കയ്യില് സ്റ്റഫ് ഇല്ലാന്ന് അവർക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ പൊക്കോളും. ഓരോ സീസണിലും ഓരോ ആളുകൾ വരും, അടുത്ത സീസണിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും. പിന്നെ PR കയ്യിൽ വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നടക്കും, അത്രേ ഉള്ളൂ. നമ്മളൊരു പൈസ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ. ഷിയാസിക്കാക്ക് ഇനി ഒരു അവസരം കിട്ടും ഈ സീസണിൽ ഒരു ചലഞ്ചർ ആയിട്ടൊക്കെ അവർ വിളിക്കുകയാണെങ്കിൽ പോകും? എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ അത്ര വലിയ ഭീകരമായിട്ടുള്ള ഒരു ഗെയിമർ ഒന്നും അല്ലായിരുന്നു ബിഗ് ബോസ്. ഇൻ കേസ് എന്തെങ്കിലും വൈൽഡ് കാർഡ് കയറിയിട്ട് സെമി ഫൈനൽ വരെ ഞാൻ 3ാം സ്ഥാനം വന്നാണ്. സാബുക്ക് ഫസ്റ്റ്, സെക്കൻഡ് പേളി, തേർഡ് ഞാൻ. ഞാനൊരു ഭീകർ പ്ലെയർ ഒന്നുമില്ല. ഞാൻ ബിഗ് ബോസ് ഞാനായിട്ട് അവിടെ നിന്നു. അങ്ങനെ കുറെ ആളുകൾ എന്നെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം ഇപ്പോഴും ആളുകൾക്ക് എന്നോട് പോയിട്ടുണ്ട്. കാര്യം എനിക്ക് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ കേസ് ഒന്നും ഇപ്പോഴും എന്നെ ആളുകൾ എൻ്റെ എതിരെടുത്ത് കേസ് കൊടുത്ത പുള്ളിക്കാരി വെച്ച് ഞാൻ ഇതോട് തീർന്നു വെച്ചാൽ എന്നെ ആളുകൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ഇപ്പോഴും എന്നോട് മിണ്ടും, എന്നോട് കണ്ടായി സംസാരിക്കും. എന്റെ സ്വന്തം മോനെ പോലെയാണ് എല്ലാവരും കാണുന്നത്. അതും പോകില്ലടോ ഒരിക്കലും, മരണം പോലെ ഉണ്ടാവില്ല. ഷിയാസിക, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ മാജിക്കിൽ നമ്മൾ കാണുമ്പോൾ നല്ല മസിൽമാൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അവിടെ കൊണ്ടിട്ട് ഒരു മണ്ടൻ ഇമേജ് ഒക്കെ അവർ കൊടുക്കുന്നു. അങ്ങനെ അവരുണ്ടാക്കി തീർത്തിട്ടുണ്ടോ അവിടെ? നമ്മള് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു കളമല്ല അത്. ഞാൻ എങ്ങനെയോ ലോക്ക്ഡൗൺ വീട്ടിലൊക്കെ ബുദ്ധിമുട്ട്, പൈസ ഇല്ല, സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടും. അപ്പോൾ എന്നെ അർച്ചന എന്ന് പറഞ്ഞൊരു കോർഡിനേറ്ററിനെ വിളിച്ച് ഞാൻ അങ്ങനെ പോയതാണ്. അന്ന് സ്റ്റാർ മാജിക് അല്ല, അന്ന് ടമാർ പടാറാണ്. അതിനുശേഷം സ്റ്റാർ മാജിക് ആയി, ഭയങ്കര വലിയ ഫ്ലോറായി. പിന്നെ ഗെയിമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അത് ഗെയിം സ്പിരിറ്റുള്ള. പിന്നെ ഞാൻ ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ ഗെയിം കളിച്ചപ്പോൾ എന്നെ മുടി പിടിച്ചു, ഞാൻ അവർ വലിച്ചെറിയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ചെറിയ സീനൊക്കെ വന്നിട്ട് ഞാൻ അവിടെ ലെഫ്റ്റ് ചെയ്താണ്. പിന്നെ ഞങ്ങൾ പോയിട്ടില്ല. എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഈ പബ്ലിക്കായിട്ട് നമ്മളിങ്ങനെ കളിയാക്കുമ്പോഴൊക്കെ? പിന്നെ വിഷമം തോന്നൂലേ, അത് സ്വാഭാവികമായിട്ടും. പിന്നെ സ്ക്രിപ്റ്റഡ് ആണോ? നേരത്തെ പറയൂ ഇതുപോലെ പറയൂന്നൊക്കെ? അല്ല, അങ്ങനെയൊന്നുമില്ല. കളിയാക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പിന്നെ ഇങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ മോഹം തിരിക്കും. പിന്നെ എൻ്റെ ഡയറക്ടർ അനൂപ് ജോണൊക്കെ എൻ്റെ അടുത്ത് നല്ല കമ്പനി. അയാൾ ഭയങ്കര നല്ല മനുഷ്യനാണ്. അയാൾ എൻ്റെ അടുത്ത് പറയുക, ഒരു ഷോയുടെ ഒരു പാറ്റേണാണ്, നീ സീരിയസ് ആക്കണ്ട, ഞാൻ തോളത്തൊക്കെ തട്ടി. അയാളൊരു ബ്രദറിനെ പോലെ. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ കേസൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് വിട്ടായിരുന്നു മൊത്തത്തിൽ. ഓക്കെ, എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഷിയാസിക്കയ്ക്ക് ആരെങ്കിലും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് മുഖം നോക്കി ഒരൊറ്റ ഇടി വെച്ച് കൊടുക്കാന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞേക്ക്. നേർക്ക് നേരെ വന്ന ഈ വേടന്മാരോട് നേരെ ഒന്ന് സംസാരിച്ച ഇതുപോലെ ഇരുന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമുണ്ടാവും. അല്ലാതെ പുറകെ കൂടെ ആൾക്കാരെ വിട്ടിട്ട് ചിക്കിന്ന് വിടാതെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് സംസാരിക്കും. ആണുങ്ങൾ അങ്ങനെയാണ്. എനിക്ക് ആണുങ്ങളായിട്ട് ഇടിക്കണമെന്ന് പറയും, അത്രേ ഉള്ളൂ. ആരാന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അവർക്ക്. എന്തിനാണ് ഇടിക്കുന്നത്? വയലൻസ് എനിക്ക് ഇഷ്ടം. വയലൻസ് I don't like violence, but violence likes me. I can't avoid. Thank you. Okay, thank you so much.